വീണ്ടുകീറിയ ചുമരുകൾ, ഏതു നിമിഷവും തലയിലേക്ക് പതിക്കാറായ ശുചിമുറിയുടെ കോൺക്രീറ്റ് സ്ലാബ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര, മഴയിൽ നനഞ്ഞ ചുമരിൽ നിന്നും ഷോക്കേൽക്കുമോ എന്ന ഭീതി. ഇതിനിടയിലിരുന്ന് ഒന്നുമറിയാതെ ചിരിച്ചുല്ലസിക്കുന്ന 12 പിഞ്ചു കുഞ്ഞുങ്ങളും, എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചിടിപ്പോടെ കാവലിരിക്കുന്ന അങ്കണവാടി ടീച്ചർമാരും. നമ്മളൊരു വലിയ വർഷക്കാലമാണ് വരുന്നത്. ഏത് സമയത്തും കാറ്റ് വീശാലും ചീറ്റ് പറന്നു പോകാനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ചീറ്റ് അഥവാ പറന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയ ദയനീയാവസ്ഥയാണ്. ആ ചീറ്റൊക്കെ പറന്നു പോയാൽ ചുമരും എല്ലാം കൂടി കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഇവരുടെയായിട്ട് അത് വീഴും. അത് വലിയൊരു ദയനീയാവസ്ഥയാണ്. എത്രയെങ്കിലും പെട്ടെന്ന് അതിന് അധികാരികളുടെ മുന്നിലെത്തുക, അവർ പരിഹാരം കാണാനുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് ബാത്റൂം അതെല്ലാം വലിയ കഷ്ടപ്പാടിലപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെങ്കിൽ അധികാരികളുടെ തന്നെയാണല്ലോ. അവരുടെ കണ്ണ് പെട്ടെന്ന് തുറക്കട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ നമ്പർ 1 കേരളത്തിലാണോ അതോ ഏതെങ്കിലും ദുരന്തമുഖത്താണോ എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് തൃത്താല മണ്ഡലത്തിലെ ഈ അങ്കണവാടിയിൽ എത്തിയാൽ കാണാനാവുക. തൃത്താല മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് പഞ്ചായത്ത് 13ാം വാർഡായ പള്ളപ്പാടത്തെ 42ാം നമ്പർ ചാഴിയാട്ടിരി അംഗൻവാടിയിലാണ് ഈ ദുരവസ്ഥയുടെ കാഴ്ചയുള്ളത്. വികസനത്തിന്റെ വായ്ത്താരികൾ പാടിപ്പുകഴ്ത്തുന്ന നാട്ടിൽ കുരുന്നുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികാരികളുടെ അനാസ്ഥയുടെ നേർചിത്രമാണ് ഈ അങ്കണവാടി കെട്ടിടം. ഒന്നുമല്ല രണ്ടുമല്ല, കൃത്യം 32 വർഷങ്ങൾക്ക് മുൻപ് പണിതുയർത്തിയ ഒരു പഴയ കെട്ടിടമാണിത്. ഇതിലൊരു ചെറിയ നവീകരണമെങ്കിലും നടന്നിട്ട് ഇപ്പോൾ 10 വർഷത്തിലേറെ കഴിഞ്ഞു. കാലവർഷം കനത്ത് പെയ്യുന്ന ഈ നാളുകളിൽ ഇന്നോ നാളെയോ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. ഈ അങ്കണവാടിയിലുള്ള 12 കുരുന്നുകൾക്കും ജീവനക്കാർക്കുമായി ആകെയുള്ളത് ഒരേയൊരു ശുചിമുറിയാണ്. ഇതിന്റെ മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് ഭിത്തിയിൽ നിന്നും കാലപ്പഴക്കത്താൽ വേർപെട്ട് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. ഇതിന്റെ ഭാരം താങ്ങാനാവാതെ ശുചിമുറിയുടെ പഴയ ചുമരുകൾ പലയിടത്തും വിണ്ടുകീറിക്കഴിഞ്ഞു. അങ്കണവാടിയുടെ അകത്തേക്ക് നോക്കിയാൽ ചുമരുകളിൽ നിറയെ വലിയ വിള്ളലുകളാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് വീഴാറായി നിൽക്കുന്ന ജനൽ ഭയം കാരണം ജീവനക്കാർ തുറക്കാറേയില്ല. ഈ വിള്ളലുകൾക്കിടയിൽ വിഷപ്പാമ്പുകളോ ഇഴജന്തുക്കളോ ഒളിച്ചിരിപ്പുണ്ടോ എന്ന ഭീതി വേറെയും. ദുരിതം ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിലൂടെ മഴവെള്ളം മുഴുവൻ അകത്തേക്ക് ഒഴുകിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മേൽക്കൂരയിൽ ഉറപ്പിച്ച ഫാനിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി തറ മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്തു. ആ മഴവെള്ളം നനഞ്ഞ് ഫാൻ ഷോർട്ടായി കത്തിപ്പോവുകയും ചെയ്തു. അതിൻ്റെ മേലെന്ന് ചോർന്നിട്ട് ടീച്ചർ ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് വെള്ളം ഫാനിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് അവിടെയൊക്കെ താഴെയൊക്കെ നിറയെ വെള്ളമുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ വന്നാലും ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല. ടീച്ചർ ഇരിക്കുന്ന സ്ഥലത്ത് ടീച്ചർക്ക് ഇരിക്കാൻ പറ്റില്ല. ടീച്ചർ അവിടുന്ന് കസേര മേശയൊക്കെ മാറ്റിയിട്ടിട്ട് അവിടെ ഇരിക്കണം. അല്ലാതെ നല്ല ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളത്തിൻ്റെ കാര്യം പ്രവീൺ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനും ബുദ്ധിമുട്ടാണ്. വെള്ളം ടീച്ചർ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് ഉള്ളിലേക്ക് ആവശ്യങ്ങൾക്കൊക്കെ. നിലവിൽ ചോർച്ച കാരണം ഭിത്തികൾ മുഴുവൻ നനഞ്ഞു കുതിർന്ന നിലയിലാണ്. അടുക്കളയിലെ സ്വിച്ച് ബോർഡിൽ വരെ വെള്ളം പടർന്നിരിക്കുന്നു. ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ഷോക്കേൽക്കാവുന്ന വൻ ദുരന്ത സാധ്യതയാണ് ഇവിടെയുള്ളത്. കാറ്റൊന്ന് ശക്തമായാൽ തുരുമ്പെടുത്ത മേൽക്കൂര ഷീറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പറന്നുപോകാം. ഇതിനെല്ലാം പുറമെ 32 വർഷം കഴിഞ്ഞിട്ടും ഈ അങ്കണവാടിയിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ടീച്ചറും ഹെൽപ്പറും കൂടി തലയിൽ ചുമന്നാണ് കുടിവെള്ളവും ശുചിമുറിയിലേക്കുള്ള വെള്ളവും എത്തിക്കുന്നത്. പൈപ്പിട്ട് പോയിട്ട് 20 കൊല്ലമായിട്ടുണ്ടാവും. 20 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. ഇതുവരെ കണക്ഷൻ വന്നിട്ടില്ല. വെള്ളത്തിന് യാതൊരു സൗകര്യമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. വീട്ടിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ അതോറിറ്റി കണക്ഷൻ അതിൽ വെള്ളം വരാറില്ല. എപ്പോഴെങ്കിലൊക്കെ വരുന്നു. ഞങ്ങളുള്ള വെള്ളം വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. മറ്റേ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വേറെ ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ സൗകര്യം ഇതുവരെ ആയിട്ടില്ല. രാത്രിയൊരു മഴ പെയ്താൽ രാവിലെ വന്ന് അങ്കണവാടിക്കകത്തെ വെള്ളം കോരിക്കളഞ്ഞ് തറ ഉണക്കിയെടുത്ത ശേഷം മാത്രമാണ് ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. രക്ഷിതാക്കളും ജീവനക്കാരും പരാതികൾ പറഞ്ഞ് മടുത്തു കഴിഞ്ഞു. പക്ഷേ സർക്കാർ തലത്തിലോ പ്രാദേശിക തലത്തിലോ യാതൊരുവിധ കാര്യക്ഷമമായ ഇടപെടലുകളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ മഴക്കാലത്ത് ഏത് നിമിഷവും ഒരു വൻ ദുരന്തം ഇവിടെ സംഭവിക്കാം. അധികാരികളോട് ഒരൊറ്റ ചോദ്യമേയുള്ളൂ: ആരുടെയെങ്കിലും ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണോ നിങ്ങളുടെ വികസന കണ്ണുകൾ തുറക്കുക? പിഞ്ചുമക്കളുടെ ജീവൻ വെച്ചുള്ള ഈ അനാസ്ഥയും അവഗണനയും ഇവിടെ അവസാനിപ്പിച്ചേ തീരൂ. ഈ കുരുന്നുകൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ അധികൃതർ ഉടൻ തയ്യാറാവണം. ഇവിടെ നമുക്ക് അംഗൻവാടിയിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ആകെ ഇടിഞ്ഞ് താഴത്തേക്ക് പോകാറായിട്ടില്ല. നിലം അടി പോയിട്ടുണ്ടോ സംശയം. കാരണം എന്താ വെച്ചാൽ ഇത് മുകളിൽ ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ചുമര് വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചുമര് വിട്ടിട്ട് നിൽക്കുമ്പോൾ അതിന് വേറെ സപ്പോർട്ടൊന്നുമില്ല. അതിൻ്റെ സപ്പോർട്ടില്ല. അതിൽ
ഒരു നല്ല മഴ വന്നിട്ട് അടിയിൽ നിന്ന് ഇനി ഒലിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലാബ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ചെറിയ കുട്ടികളൊക്കെ ബാത്റൂമിലേക്ക് പോകണം, ആകെ ഒരു ബാത്റൂമിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ജനൽ തുറക്കാറില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ തുറക്കാറില്ല. കാരണം അത് കുട്ടികളെങ്ങാനും പുറത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ജനൽ പുറത്തേക്ക് മറിഞ്ഞു വീഴും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനൽ നിൽക്കുന്നത്. അത് പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ അത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് ലീക്കാണ്. നല്ല ലീക്ക് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ ഡ്രസ്സിന് എല്ലാ സ്ഥലത്തും അതിൻ്റെ മുന്നേ വെച്ചിരുന്ന ആണികളൊക്കെ ലീക്ക് വന്ന് തുരുമ്പ് പിടിച്ചിട്ട് അതിലൊക്കെ വളരെയായിട്ട് ലീക്ക് വന്ന് വെള്ളം ഉള്ളിൽ മഴ പെയ്ത വെള്ളം ഉള്ളിൽ വരുന്ന അവസ്ഥയാണ്. പിന്നെ ശരിക്കും എടുത്തു പറയാമെന്ന് വെച്ചാൽ ഈ അംഗൻവാടി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിൻ്റെതായ ഒരു സംവിധാനം ഇന്നവരെ ചെയ്തിട്ടില്ല. ഇതിലേക്ക് വെള്ളം സർക്കാർ പൈപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സംവിധാനത്തിൽ വെള്ളത്തിനുള്ള ടീച്ചർ അടുത്ത വീടുകളിലൊക്കെ പോയിട്ടാണ് വെള്ളം കൊടുത്തിട്ടാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നത്. ഇത് പിന്നെ നമ്മൾ ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ അടുത്തും വൈസ് പ്രസിഡൻറ്റിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ വളരെ താഴത്താണ് കിടക്കുന്നത്. ഇതിലും ശോചനീയമായിട്ടുള്ള അവസ്ഥയിലുള്ള അംഗൻവാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഇതായിട്ടില്ല, ആവുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവരടുത്ത് നിങ്ങളൊന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ എ വന്ന് എഞ്ചിനീയർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ എന്താണ് അവസ്ഥ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ പറഞ്ഞിട്ട് എഞ്ചിനീയർ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പറയാൻ പറ്റിയത് എന്താ വെച്ചാൽ അവർ ചെയ്യാൻ പറ്റുക ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് 5000 രൂപയുടെ സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതിൽ മേലെ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ചെറിയ കുട്ടികൾ വന്ന് പിന്നെ നിൽക്കുന്ന ഈ അംഗൻവാടിയിൽ. ടീച്ചറുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ആകെ എന്തെങ്കിലും ഒരു കാറ്റ് വന്നു, നല്ലൊരു കാറ്റ് വന്നു, അല്ലെങ്കിൽ നല്ലൊരു മഴയത്ത് ഇടിഞ്ഞു വീഴുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പിന്നെ എത്രയും പെട്ടെന്ന് ഇത് ക്ലിയറായി കിട്ടണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങളെ LMS അംഗങ്ങളായ ഞങ്ങളുടെ ആവശ്യം. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.